നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മലേഷ്യൻ സീരീസിലെ 9ാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള മലേഷ്യയിലെ ബാത്തു കേവ്സിലാണ്. ഇവിടുത്തെ പാർക്കിംഗ് ഫീ എന്നുള്ളത് കാറിന് 3 മലേഷ്യൻ റിങ്കറ്റാണ്. പാക്കേജ് എടുത്തിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഗൈഡ് തന്നെ കൊടുത്തോളും. 3 മലേഷ്യൻ ടിക്കറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മണി അപ്രോക്സിമേറ്റ്ലി 61 റുപ്പീസൊക്കെയാണ് വരുന്നത്. അല്ലാതെ ഇവിടെ കയറാനായിട്ട് യാതൊരുവിധ എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്തപ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ സ്പോട്ടിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു മരമുണ്ട്, മരത്തിൽ മൊത്തം പ്രാവുകളാണ്. ബാക്കിൽ വലിയൊരു മലയുണ്ട്, നല്ല കിടിലം സീനറിയാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ്. ചെറിയൊരു അമ്പലക്കുളമുണ്ട്, അമ്പലക്കുളത്തിലാണെങ്കിൽ മൊത്തം മീനുകളാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ കുറച്ച് ഫുഡ് എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളർഫുള്ളായിട്ടുള്ള സാധനമാണ്, എന്ത് ഫുഡാണെന്നറിയില്ല. അത് കഴിക്കാനായിട്ടാണ് ഈ മീനുകളെല്ലാം കൂട്ടത്തോടെ ഈ കരയോട് ചേർന്ന് വന്ന് നിൽക്കുന്നത്. ഈ കുളത്തിന് സൈഡിലായിട്ട് ഒത്തിരി വഴിയോര കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. ഫാൻസി ഐറ്റംസ്, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഞാൻ നോക്കിയിട്ട് ഈ സൺഗ്ലാസസ് ആണ് കൂടുതലും കച്ചവടം നടക്കുന്നത്. കാര്യം എന്ന് പറയുമ്പോൾ അതുമാതിരി വെയിലാണ് ഇവിടെ. ലൂക്കയ്ക്ക് ഒരു പ്രാവിന് ഫ്രണ്ടായിട്ട് കിട്ടി, അവൻ അതിനോട് കളിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പൊന്നോ, ഇതെന്താ ഈ പ്രാവുകളുടെ സംസ്ഥാന സമ്മേളനം വല്ലതാണോ? അതിന് പ്രാവാണ്ടോ മൊത്തം. ഫൈനലി ലോക പ്രശസ്തമായിട്ടുള്ള മുരുകൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. വേൾഡ് സെക്കൻഡ് ടോളസ്റ്റ് മുരുകൻ ടെമ്പിളാണ് ഇത്. ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള പിന്നെ മുരുകൻ ടെമ്പിൾ എന്നുള്ളത് നമ്മുടെ സേലത്ത് തന്നെയാണ്, ഇന്ത്യയിലാണ്, തമിഴ്നാട്ടിലാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇതിനകത്ത് തന്നെ ധാരാളം അമ്പലങ്ങളുണ്ട്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള അമ്പലങ്ങളാണ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ലോകത്തിൽ എത്ര കളേഴ്സ് ഉണ്ടോ എല്ലാ കളേഴ്സും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ അമ്പലങ്ങളുടെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. എന്തായാലും ഈ അമ്പലത്തിനുള്ളിലോട്ട് നമുക്ക് കയറി നോക്കാം. അഹിന്ദുക്കൾക്കും ഈ അമ്പലത്തിനുള്ളിലോട്ട് പ്രവേശിക്കാം. ജാതിയോ മതമോ ഒരു മാനദണ്ഡമല്ല ഇതിനുള്ളിലോട്ട് കയറുവാനായിട്ട്. നമുക്കറിയാം ഇതൊരു അമ്പലമാണ്, അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്, നിയമാവലികളൊക്കെ ഉണ്ട്. മെയിനായിട്ട് പാദരക്ഷകൾ നമ്മൾ പുറത്തിട്ടിട്ട് തന്നെ കയറണം. ബേബി സ്ക്രോളേഴ്സും അകത്തോട്ട് കയറ്റുവാനായിട്ട് അനുവദിക്കുന്നതല്ല. നമുക്ക് പാദരക്ഷകൾ ഇടുന്ന ആ ഭാഗത്ത് തന്നെ അവിടെ 2-3 സ്റ്റാഫുകളുണ്ട്. അവരെ ഏൽപ്പിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർ സുരക്ഷിതമായിട്ട് അത് വെച്ചോളും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തിരികെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു തരുന്നതാണ്. ഈ അമ്പലത്തിന് പുറമേ കാണുന്ന ഭംഗി പോലെയല്ല, ഉള്ളിൽ കയറുമ്പോൾ അതിനേക്കാളും ഭംഗി കൂടുതലാണ്. ഈ തൂണൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ചെയ്ത് ആ കലാകാരന്മാർ നമ്മൾ മനസ്സ് തൊട്ട് തന്നെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഭയങ്കര ചൂടാണ് പുറത്ത്, ഭയങ്കര വെയിലാണ്. അപ്പോൾ എനിവേ ഇവരെ രണ്ടുപേരും ഇവിടെ ഇരുത്തിയിട്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് വരാം. മലേഷ്യയിലെ കാലുകുത്തുന്നവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മുരുകൻ ടെമ്പിളാണിത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഇടം എന്നുള്ളത് ധാരാളം പ്രഗത്ഭരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ സന്ദർശിച്ച് പോയൊരിടമാണ്. ഒത്തിരിയേറെ സിനിമകൾ ചിത്രീകരിച്ച ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു സ്ഥലം. അതിൽ ഏറ്റവും നമുക്കറിയുന്നൊരു സിനിമയാണ് ബില്ല എന്നുള്ളത്. തമിഴ് ചലച്ചിത്ര ലോകത്തെ തല അജിത് കുമാറിൻ്റെ വളരെ വിജയം നേടിയൊരു സിനിമയാണ് ബില്ല എന്നുള്ളത്. ആ ഒരു സിനിമയിലൊരു പാട്ട് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വച്ചിട്ടാണ്. കോപ്പി റൈറ്റ്സിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ, വോയിസ് ഞാൻ ഇടുന്നില്ല. നമ്മളിപ്പോൾ കാണുന്ന ഈ പാട്ടിൻ്റെ കംപ്ലീറ്റ് സീൻസും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ബാത്തു കേവ്സിൽ വെച്ചിട്ടാണ്. നമുക്കറിയാവുന്ന സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ബില്ലയുടെ ഈ ഒരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സിനിമ മാത്രമല്ല, നിറയെ സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണിത്. എസ്പെഷ്യലി ഹിന്ദിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി സിനിമകൾ ഇവിടെ ഒത്തിരി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള കോലാലംപൂരിൽ നിന്ന് ഈ ബാത്ത് കേവിലേക്കുള്ള ദൂരം എന്നുള്ളത് 13 കിലോമീറ്ററാണ്. മലേഷ്യയിലെ തമിഴ് ഹിന്ദുസിൻ്റെ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ് തൈപ്പൂസം എന്നുള്ളത്. ആ തൈപ്പൂസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ ഒരു സ്പോട്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ഭീമാകാരമായിട്ടുള്ള ഈ മുരുകൻ്റെ സ്റ്റാച്ചുവിന് 41 മീറ്റർ ഉയരമുണ്ട്. അതായത് 141 അടിയാണ്.
ശരിക്കും ഇതിൻ്റെ പേര് ബട്ടു കേവ് എന്നായിരുന്നു. നമ്മൾ വിളിച്ച് ബാത്തു കേവ് എന്നാക്കിയതാണ്. മലയാളി ഭാഷയിൽ ബട്ടു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാറ എന്നാണ് അതിൻ്റെ അർത്ഥം. കേവ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാമല്ലോ ഗുഹയെന്നാണ്. അങ്ങനെ പാറ ഗുഹ എന്നാണ് ശരിക്കും മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ബട്ടു കേവ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ സൈൻ ബോർഡാണ് മറ്റൊരു ഫോട്ടോ പോയിന്റ് എന്നുള്ളത്. ഇവിടെ നിന്ന് ആൾക്കാരെല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണിത്. സുഹൃത്തുക്കളെ, ഇനിയാണ് ആ വലിയ ടാസ്കിലോട്ട് നമ്മൾ കടക്കാൻ പോകുന്നത്. നമുക്കിനി എല്ലാ പടിക്കെട്ടും നടന്ന് കയറി വേണം മേലോട്ട് എത്തുവാനായിട്ട്. ഇവിടെ ലിഫ്റ്റ് സൗകര്യമോ മറ്റ് വേറെ സൗകര്യങ്ങളൊന്നുമില്ല, നടന്ന് തന്നെ കയറണം. ടോട്ടൽ 272 സ്റ്റെപ്പുകളാണ് ഉള്ളത്. എത്ര വലിയ ടാസ്ക് ആണെങ്കിലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ കയറിയിരിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. മുകളിലേക്ക് കയറുമ്പോൾ പെറ്റ്സിനെ കൊണ്ടുപോകാനോ പിന്നെ ലേഡീസിനാണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇടാനോ പിന്നെ സിഗരറ്റ് വലിക്കാനോ അങ്ങനെയൊന്നും അനുവാദമില്ല. സുഹൃത്തുക്കളെ, നമ്മളും അങ്ങനെ പടിക്കെട്ടുകൾ ചവിട്ടിക്കയറി തുടങ്ങിയിരിക്കുകയാണ്. ഈ സ്റ്റെപ്സിലാൻ തന്നെ മനോഹരമായിട്ടുള്ള രീതിയിൽ വിവിധ കളേഴ്സിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലും നല്ല ചൂടുമുണ്ട്. നമ്മൾ കയറുമ്പോഴത്തേക്കും എന്തായാലും നിർത്തി താഴോട്ട് പോയാൽ കൊള്ളാതൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും വിടില്ല, അവസാനം വരെ നടന്ന് കയറി കണ്ടിട്ടേ ഉള്ളൂ തിരിച്ചു വരത്തുള്ളൂ, അത് ഉറപ്പാണ്. ഏകദേശം നമ്മൾ 40% സ്റ്റെപ്പോളം കയറിയിട്ടുണ്ട്. ശബരിമലയിൽ കയറുന്നൊരു പ്രതീതി തന്നെയാണ്. സത്യം പറയട്ടെ, ഈ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ഈ കയറുന്ന കാണുമ്പോഴത്തേക്കുമാണ് യങ്ങായിട്ടുള്ള നമുക്ക് എന്തുകൊണ്ട് കയറാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ട് കുറച്ചുകൂടെ അധികം നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. ഏകദേശം ഈ പടിക്കെട്ടിൻ്റെ മധ്യഭാഗത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ കുറേ കുരങ്ങന്മാർ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ പോകുന്ന ആൾക്കാർ സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാറുണ്ട്. സത്യത്തിൽ ഞാൻ അങ്ങ് വല്ലാണ്ട് ടയർഡായിട്ടുണ്ട്, വിയർത്ത് കുളിച്ചൊരു പരുവായി. ഇതിൻ്റെ മുകളിലേക്ക് ഒറ്റയ്ക്ക് ഞാൻ വന്നത് എന്തായാലും നന്നായി, അല്ലാന്നുണ്ടെങ്കിൽ 3 പേരും കൂടി ചേർന്ന് ഇത്ര യജ്ഞം വരച്ചേനെ. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആക്ച്വലി 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുള്ള ഗുഹകളുടെ ഒരു സമുച്ചയമാണ് ഈ ബാത്തു കേവ്സ് അല്ലെങ്കിൽ ബട്ടു കേവ്സ് എന്നുള്ളത്. ഏതാണ്ട് 20ഓളം ഗുഹകൾ ഈ സമുച്ചയത്തിലുണ്ട്. ഈ ഗുഹകൾക്കകത്തെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. മുരുകൻ അത്രമേൽ പ്രാധാന്യം ഉള്ളതുകൊണ്ട് വലിയ ഗുഹയ്ക്കകത്താണ് മുരുകൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിതിൻ്റെ ഏറ്റവും മേളിൽ വന്നത് ഈ പടിക്കെട്ടുകൾ ചവിട്ടിയാണ് വന്നത്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പിന്നെ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ യങ്ങായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈസിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല, വരാം ഓക്കെ. പക്ഷേ വയസ്സായ ആൾക്കാർക്കാണെങ്കിലോ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഇവിടെ കയറി കാണണമെന്നുണ്ടെങ്കിൽ സാധ്യമല്ല. അപ്പോൾ എന്തായാലും ഈ യന്ത്രസംവിധമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ വരേണ്ടിയിരിക്കുന്നു. അത് ഉടൻ വരുമെന്നാണ് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഈ ഗുഹകൾക്കുള്ളിലും കടകളുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. എസ്പെഷ്യലി വെള്ളം ഇവിടെ മേലിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. എൻ്റെ ഈ വീഡിയോ കാണുന്ന മലേഷ്യയിൽ വരാൻ താല്പര്യമുള്ളവരായിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ള കാര്യം പറയുമ്പോൾ, നിങ്ങൾ ഈ ബട്ടു കേവ്സിൽ വരികയാണ് ഉറപ്പായിട്ടും ഈ മുകളിൽ ഇവിടെ വന്ന് ജസ്റ്റ് ഈ ഗുഹകളൊക്കെ വിസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ താഴെ വന്നിട്ട് ആ മുരുകൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് മാത്രം പോകരുത്. ഇവിടെ മുകളിൽ വന്നിട്ട് ഗുഹകൾക്കുള്ളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കയറി വന്നതുപോലെ ഇനി 272 സ്റ്റെപ്പ് നടന്ന് വേണം താഴോട്ടെത്താനായിട്ട്. താഴോട്ട് ഇറങ്ങാനാണ് കുറച്ച് ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് വെക്കാൻ പിഴവ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വീഴും. പക്ഷേ എന്നാലും വീണാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആൾക്കാർ ഫ്രണ്ടിലുള്ള സ്ഥലത്ത് നമ്മൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കാലൊക്കെ തട്ടി അങ്ങ് നിന്നോളും. എന്തായാലും ഈ ബാത്തു കേവ്സ് അഥവാ ബട്ടു കേവ്സ് എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.